إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ, അതോടൊപ്പം ഈമാനിൻ്റെ ഹിദായത്തിൻ്റെ പരിരക്ഷയിൽ നിർഭയത്വമായി ഒരു പരിശുദ്ധ റമദാന് കൂടെ സാക്ഷികളാകാനും കഴിവിൻ്റെ പരമാവധി വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങളെ കൊണ്ട് സജീവമാകാനും പരിശ്രമിച്ച് റമദാനിനെ യാത്രയാക്കിയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നമ്മുടെ നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവും സ്വതക്കകളും അടക്കം എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം റമദാനിലെ തഖ്വക്ക് തുടർച്ചയുണ്ടാകണം എന്നതാണ്. നമുക്കറിയാം, മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സംതൃപ്തിയോടുകൂടെയാണ് ഒരു വിശ്വാസി റമദാനിൽ അവൻ്റെ കർമ്മങ്ങളെ അവൻ ജീവിപ്പിക്കുക. ആ റമദാനിലെ സൽക്കർമ്മങ്ങളും അതല്ലാത്തപ്പോഴുള്ള സൽക്കർമ്മങ്ങളും 12 മാസവുമായി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആയുസ്സിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു നമുക്ക് മുന്നിൽ കാണിച്ചു നൽകും എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. ആ വിശ്വാസത്തിൻ്റെ ബോധ്യം കൊണ്ടാണ് നമ്മൾ പരമാവധി ജീവിതത്തിൽ ചിട്ടയായ കാര്യങ്ങൾ പുലർത്താൻ ശ്രമിക്കുന്നതും നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആമുഖമായി ഞാൻ ഓതി വെച്ചത് ആ നിലക്ക് അള്ളാഹു നമ്മളെ ഉണർത്തുന്ന ആയത്താണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. എല്ലാ ആത്മാവും, എല്ലാ മനുഷ്യരും, ഓരോരുത്തരും അവരെന്താണ് സൽക്കർമ്മങ്ങളായി പ്രവർത്തിച്ചത് എന്ന് അവർക്ക് മുന്നിൽ ഹാളിറായി കാണിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഹദീസിൽ നമുക്ക് കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ മനുഷ്യരോട് പറയുമെന്നാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുക്കും ഉഹ്സിഹാ ലക്കും. ഇത് നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ്, നമുക്ക് മുന്നിൽ കാണിച്ചു നൽകും. എല്ലാ മനുഷ്യർക്കും മുന്നിലും അവരുടെ എല്ലാ കർമ്മങ്ങളെയും അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയും, ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച രഹസ്യവും പരസ്യവുമായി നിങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളാണ് ഈ കാണുന്നത്. ഉഹ്സിഹാ ലക്കും, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇതാ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഉവഫീക്കും ഇയാഹ, പിന്നെ നിങ്ങളെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത് ഈ കർമ്മങ്ങളെയും കൊണ്ടാണ്. ഇതാരും എവിടെയും
നഷ്ടപ്പെട്ടു പോകുന്നില്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവന്റെ ഒരു പരിശ്രമവും നഷ്ടപ്പെട്ടു പോവുകയില്ല. അതോടൊപ്പം തിന്മയിൽ വിരചിച്ചു പോയ മനുഷ്യരുടെ അവരുടെ കർമ്മങ്ങളും വൃഥാവിലായി പോവുകയില്ല. അത് അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഫമൻ വജദ ഖൈറൻ, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് സൽക്കർമ്മങ്ങൾ കാണാൻ സാധിക്കുന്നവർ ഫൽയഹ്മദില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. നോമ്പിലായാലും റമദാനിലായാലും അല്ലാത്തപ്പോഴായാലും നമ്മുടെ ആയുസ്സിലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു തന്ന് അള്ളാഹു നമ്മളോട് പറയും, ഈ കാണുന്ന നിങ്ങളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നന്മയുള്ള മീസാനിൽ കനം തൂങ്ങുന്ന, സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് കാരണമാകുന്ന കർമ്മങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുക. ഇനി അതല്ല, ഒമൻ വജദ ഗൈറ ദാലിക്, അതല്ല നിങ്ങൾ കാണുന്നത് രാത്രിയിലും ഇരുട്ടിലും ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചും, ഇനി അതല്ല പരസ്യമായും തന്നെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ കാണിച്ചു ജീവിച്ചു പോയതിൻ്റെ അടയാളങ്ങളാണ് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കാണുന്നതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവൻ്റെ സ്വന്തത്തെ അല്ലാതെ മറ്റൊരാളെയും ആക്ഷേപിക്കേണ്ടതില്ല. കാരണം നമ്മുടെ മുന്നിൽ ചോയ്സ് ഉണ്ട്. ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവസ്ഥകൾ നമ്മുടെ മുന്നിലുണ്ട്, കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസ്ഥയെയും സാഹചര്യങ്ങളെയും മുതലെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമായിരുന്നു, പക്ഷെ നമ്മൾ അതിന് പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു നൽകുമ്പോൾ അതിൽ ഇസ്തിഗ്ഫാറും തൗബയും തസ്ബീഹും തഹ്ലീലും ഖുർആൻ പാരായണവും കൃത്യമായ സമയത്ത് നിസ്കാരവും അള്ളാഹുവിനെ പേടിയുമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു സന്തോഷ വാർത്തയാണ്. അത് അള്ളാഹുവിനെ സ്തുതിക്കാൻ നിമിത്തമായ കർമ്മമാണ്. ഇനി അതല്ല, അവരുടെ കർമ്മങ്ങളുടെ ഏടുകളിൽ നാലാൾ അറിയാൻ പാടില്ലാത്ത, അറിഞ്ഞാൽ തലപൊന്തിക്കാൻ കഴിയാത്ത, സ്രഷ്ടാവിൻ്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയാത്ത തിന്മകളാണ്, കറുത്ത ഏടുകളാണെങ്കിൽ അതും അവർ കാണും. അപ്പോൾ അവർക്ക് സ്വന്തം തന്നെ ആക്ഷേപിക്കാനല്ലാതെ മറ്റു നിർവാഹം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാൻ പര്യവസാനിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ റമദാനിലെ പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സംഭവങ്ങൾ വാദിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടാകും. നമ്മൾ നിസ്കാരത്തിൽ കുറച്ച് കൃത്യത പുലർത്തിയ, റമദാൻ ആയതുകൊണ്ട് തന്നെ 13 മണിക്കൂർ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ അനുഷ്ഠിച്ചു പോയിരുന്നതിൻ്റെ സാഹചര്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് നൽകിയ ഒരു മെച്ചത്തിൽ നമ്മൾ ചെയ്ത നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും ഖുർആൻ പാരായണവും രാത്രിയുള്ള നിസ്കാരവും ആ നിസ്കാരത്തിന് ശേഷം മനസ്സു തുറന്ന് അള്ളാഹുവിനോട് നടത്തിയ സംസാരങ്ങളും ഇസ്തിഗ്ഫാറുകളും ഒക്കെയായി നമ്മൾ ഈ കർമ്മത്തെ, ഈ ഹദീസിനെ വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്പം സമാധാനമുണ്ടാകും. പക്ഷേ ശിഷ്ടമുള്ള 11 മാസത്തെ പ്രവർത്തനങ്ങളെ ഏതു രൂപത്തിൽ ക്രമീകരിക്കാൻ പറ്റും എന്നിടത്താണ് വിജയപരാജയങ്ങൾ ഉണ്ടാവുക. സഹോദരങ്ങളെ, റമദാനിന് ശേഷമുള്ള നമ്മുടെ മാനസികാവസ്ഥയിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ നമ്മൾ ഉണർത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പരിശ്രമങ്ങളെല്ലാം റബ്ബ് സ്വീകരിച്ചു എന്നൊരു ഉറപ്പും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അത് നൽകപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ രാത്രിയിലെ പരിശ്രമങ്ങൾ, നമ്മുടെ നോമ്പ് പിടിച്ചുള്ള പരിശ്രമങ്ങൾ, നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ തൗബകൾ, ഇതൊക്കെ റബ്ബ് സ്വീകരിക്കാൻ വേണ്ട ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് ഉണ്ടാകേണ്ടത്. അത് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അമ്പിയാക്കൾ, അവരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ്. കസ്റത്തു ദുആ, ധാരാളമായി ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുജൂദിന് ശേഷം നടത്തിയ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, സുജൂദ്, അവരുടെ കർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചതുപോലെ റബ്ബേ എൻ്റെ ഈ കർമ്മത്തെയും സ്വീകരിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്നുണ്ട്. അപ്പൊ ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മൾ പലതവണ കേട്ടുപോയിട്ടുള്ള കാര്യമാണ്. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ആ കഅബയുടെ പുനർപ്രവർത്തനം പൂർത്തിയാക്കിയതിന്റെ ശേഷം അവർ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് തേടുകയാണ്, തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹുവേ, നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് എന്ന തേട്ടം. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അബ്ദുൻ മുഖയ്യർ, അള്ളാഹു എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞ കാര്യം ഇബ്രാഹിം നബി ചെയ്തതല്ല. നോക്കൂ, നോമ്പ് നോക്കുക എന്നത് ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ അടിമകളോടും അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. അതിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം, തെക്കുവയുടെ വിഷയത്തിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം, പരിശ്രമത്തിന്റെ വിഷയത്തിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ചിലർ തേടുന്നത് പോലെയല്ല. അബ്ദുൻ മുഖയ്യർ, അള്ളാഹു തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ച ജോലിയാണ് ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും. നിങ്ങൾ അത് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ നന്നാക്കണമെന്ന ജനറലായ വളരെ പൊതുവായ ഒരു നിർദ്ദേശമല്ല. ഇന്ന കാര്യങ്ങൾ പൂർത്തിയാക്കണം, കഅബയുടെ പടവുകൾ വീണ്ടും ഉയർത്തി വെക്കണമെന്ന വളരെ നിശ്ചയിക്കപ്പെട്ട ജോലിയാണ്. അബ്ദുൽ മുഖയ്യർ വഅമലുൻ മുഖയ്യർ, തെരഞ്ഞെടുക്കപ്പെട്ട ജോലി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഏൽപ്പിച്ചു, അത് അവർ പറഞ്ഞതുപോലെ പൂർത്തീകരിച്ചു.
അതിലൊരു നഷ്ടമോ ഒരു കുറവൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു എപ്രകാരം പറഞ്ഞോ അപ്രകാരം പൂർത്തീകരിച്ചു. എന്നിട്ട് അവരുടെ തേട്ടം തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന. നോക്കൂ, അള്ളാഹു കൽപ്പിച്ചവർ തന്നെ പറഞ്ഞ സമയത്ത് പറഞ്ഞ രൂപത്തിൽ പൂർത്തിയാക്കിയപ്പോൾ അമ്പിയാക്കളോട് തേട്ടം, റബ്ബേ ഈ പരിശ്രമത്തെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന്. ഇനി സഹോദരങ്ങളെ, നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, രാത്രിയിലെ നിസ്കാരങ്ങളിൽ അലസമായി പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ? നോമ്പിന്റെ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അതിൽ പ്രശ്നങ്ങൾ വന്നു പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളോട് പൂർണ്ണമായ അനുഭാവം ഉണ്ടാകുമ്പോൾ തന്നെ, അത് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് വീഴ്ചകൾ മനുഷ്യരെന്ന നിലക്ക് നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് തേടണം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, സലഫുകൾ 6 മാസത്തോളം അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് തേടാറുണ്ട്. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞ ഒരാഴ്ചയാണല്ലോ ഇപ്പം ആയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്ര തവണ നമ്മുടെ നിസ്കാരവും നോമ്പും സ്വതക്കകളും സ്വീകരിക്കാൻ അള്ളാഹു നമ്മൾ തേടി എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം. രണ്ടാമതൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മറ്റുള്ളവരുടെ റബ്ബ് സ്വീകരിക്കുകയില്ല എന്നത് കട്ടായം. എത്ര നേരം നിസ്കരിച്ചു എന്നതോ, എത്ര പരിശ്രമിച്ചു എന്നതോ, എത്ര കൊടുത്തോ എന്നതുമല്ല. കൊടുത്തതും ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലെ തെക്കുവയുടെ അളവ് എന്താണ് എന്നതാണ് അള്ളാഹുവിന്റെ പരിശോധനാ മാനദണ്ഡം. സഹോദരങ്ങളെ, ആ മാനദണ്ഡത്തെടുത്ത് പരിശോധിച്ചാൽ എന്റെയും നിങ്ങളുടെയും നോമ്പ്, നിസ്കാരം, ഖുർആൻ പാരായണവും ഒക്കെ തെക്കുവയുടെ അളവ് പ്രകാരമാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് ഉള്ളത് എന്ന്, എവിടെയാണ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ചിന്തയുണ്ടാകണം. റമദാനിൽ മാത്രമല്ല, അതിനുശേഷവും അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ തെക്കുവയാണ് നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചത്. അത് തുടർന്നുമുള്ള ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. ചില വിഭാഗം ആളുകൾ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചെലവഴിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ വഖുലൂബുഹും വജില, അവരുടെ മനസ്സിൽ പേടി തോന്നുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെന്താണ് പ്രവാചകരെ? അവർ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അവർക്ക് പേടി തോന്നാൻ കാരണം, നന്മ ചെയ്യുന്നതിന്റെ സമാനമായി തന്നെ അവർ തിന്മകളും ചെയ്യുന്നുണ്ടോ? അവർ വ്യഭിചരിക്കുന്നുണ്ടോ? അതല്ല അവർ മോഷ്ടിക്കുന്നുണ്ടോ? അതല്ല അവർ രഹസ്യമായ തിന്മകൾ ചെയ്യുന്നത് കൊണ്ടാണോ നന്മ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമില്ലാത്തത് അവരുടെ മനസ്സ് പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു യസൂമു വയുസല്ലി വയതസദ്ദഖ്, അല്ല, അവൻ കൊടുക്കുന്നത് പോലെ തന്നെ അവൻ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. നിങ്ങളെപ്പോലെ നോമ്പ് നോക്കുകയും നിങ്ങളെപ്പോലെ നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു, ഇത് അള്ളാഹു സ്വീകരിക്കില്ലേ എന്നതാണ് അവരുടെ പേടി ഉണ്ടായിരുന്നത് എന്ന്. അതുകൊണ്ട് അതാണ് മുഅ്മിനീങ്ങളുടെ ചിന്ത. അങ്ങനെയായിരിക്കും. അവരൊരിക്കലും അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാൻ അല്പമൊക്കെ റെഡിയായി, ഞാൻ വളരെ നന്നായി പ്രവർത്തിച്ചു, എന്റെ പെർഫോമൻസ് വളരെ ഉഷാറായിരുന്നു എന്നൊരു മനുഷ്യനും ചിന്തിക്കുകയില്ല. വലാ തംനുൻ തസ്തക്സിർ, നിങ്ങൾ ധാരാളമായി പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ കരുതരുത് എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി നമ്മളോട് പറയുന്നു, ലാ തംനുൻ അമലക തസ്തക്സിറുഹു അലാ റബ്ബിക്, അള്ളാഹുവിനോടുള്ള നിന്റെ ബാധ്യതയുടെ വിഷയത്തിൽ ഞാൻ ഓവറായി ചെയ്യുന്നുണ്ട്, ഞാൻ അത്യാവശ്യം പൂർത്തിയാക്കി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ഒരാൾക്കും കഴിയില്ല. എന്ന് പറഞ്ഞാൽ, നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ട്, ആ ശമ്പളത്തിനനുസരിച്ച് പണിയെടുക്കുമ്പം 4 മണി വരെയാണ് നമ്മുടെ സമയം, ജോലി സമയമെങ്കിൽ 4:30 പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ഓവർ ടൈമാണ് പണിയെടുക്കുന്നത്. അങ്ങനെയാണല്ലോ, ഓവർ ടൈമാണ് നമ്മൾ പണിയെടുക്കുന്നത്. അത് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ മക്കളോടുള്ള ബാധ്യതയിൽ, അല്ല, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഉറപ്പ് ഓവറാണ്, ഞാൻ കുറച്ച് കൂടുതൽ അവനോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാര്യയോടും ഉമ്മയോടും ഭർത്താവിനോടും ഒക്കെ ഇത്തരത്തിൽ നമുക്ക് തോന്നും. അത് മനുഷ്യന്റെ സ്വാഭാവിക ചിന്തയാണ്. പക്ഷെ ഖുർആൻ അതിന് വിലങ്ങ് തടി വെക്കുകയാണ്. വലാ തംനുൻ തസ്തക്സിർ, അള്ളാഹുവിനോടുള്ള ബാധ്യതയുടെ വിഷയത്തിൽ നീ കൂടുതലായി ചെയ്തു എന്നൊരു വ്യാമോഹം നിനക്കുണ്ടാകാൻ പാടില്ല. റബീഅ ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറയാണ്, ലാ യക്സുർ അമലക ഫീ ഐനിക്, നിന്റെ കണ്ണിൽ നിന്റെ കർമ്മങ്ങൾ വലുതായി നിനക്ക് തോന്നാൻ പാടില്ല. എത്ര രാത്രി ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് 4 മണി വരെ ദീർഘമായി നിസ്കരിച്ചു, കരഞ്ഞു നിസ്കാരത്തിൽ, എന്റെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ഞാൻ ദാനധർമ്മം കൊടുത്തു, നോമ്പ് ഞാൻ വളരെ കൃത്യമായി പിടിച്ചു, നിസ്കാരത്തിലൊക്കെ ഞാൻ കൃത്യത പുലർത്തി. അപ്പൊ ഞാൻ അല്പൊക്കെ ആയി. നിന്റെ കണ്ണിൽ നിന്റെ കർമ്മങ്ങൾ വലുതായി നിനക്ക് കാണാൻ പാടില്ല. ഫഇന്നഹു ഫീമാ അൻഅമല്ലാഹു അലൈക വഅഅതാക ഖലീലുൻ, ഇനി അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി വെച്ച് നോക്കുമ്പോൾ നീ ചെയ്തതൊക്കെ തുച്ഛവുമായ കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് പോലും നിലച്ചു പോകാതെ നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മിനിറ്റ് നിന്നാൽ നമ്മൾ ചെലവഴിക്കേണ്ട തുകയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമുള്ള ഹോസ്പിറ്റലുകളിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യർ, അവരുടെ ആന്തരിക പ്രവർത്തനം കുറഞ്ഞ സമയം തന്നെ മുടങ്ങിപ്പോയാൽ ഒടുക്കേണ്ടി വരുന്ന സമ്പത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് നമ്മൾ ആലോചിക്കണം. നാളെ ഇന്നുവരെ മുടക്കമില്ലാതെ നമ്മൾ അനുഭവിച്ചു പോകുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങൾ.
ഒന്നും വേണ്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഈ ഓപ്പറേഷനും മറ്റൊക്കെ കഴിയുമ്പം മൂത്രമൊഴിക്കാൻ ട്യൂബിന്റെ സഹായത്തിൽ മൂത്രമൊഴിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എത്ര പ്രയാസത്തിലാണ് അവർ മൂത്രമൊഴിക്കുക. അങ്ങനെ മുടക്കല്ലാതെ പോയാൽ കുഴപ്പമൊന്നുമില്ല. ഈ അടുത്തൊരു രോഗിയെ കണ്ട സമയത്ത്, രോഗിയെ ഈ ഘട്ടത്തിൽ കാണേണ്ടി വന്നൊരു സമയത്ത്, വലിയ മനുഷ്യനാണ്, അദ്ദേഹം വാവിട്ട് കരയാണ്. എന്താണ് പ്രശ്നം? അപ്പൊ പെട്ടെന്ന് ആ സ്ഥിതിവിശേഷം മാറോ, അദ്ദേഹത്തിന് എന്തോ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ പേടിച്ച് ആ രോഗിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഒന്നുമല്ല, അദ്ദേഹത്തിന് ഓപ്പറേഷന് ശേഷം ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബിലെ മൂത്രം പോകുന്നിടത്തൊരു ചെറിയ തടസ്സം, അദ്ദേഹത്തിന്റെ തന്നെ ശരീരത്തിൽ പോസ്റ്റ് ഓപ്പറേഷനായി വരുന്ന ചില പൊടി പിന്നെ എല്ലിന്റെ പൊടി കഷ്ണങ്ങളുണ്ട്, അത് കുടുങ്ങി മൂത്രം മുന്നോട്ട് പോകാതെ വന്നപ്പോൾ ഒരു മനുഷ്യൻ വാവിട്ട് കരയുന്നത് നമുക്ക് കാണുകയാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും അനുഭവിക്കുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായി എളുപ്പത്തിൽ ആണായാലും പെണ്ണായാലും വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ അനുഭവിച്ച് പിന്നെ തീർത്തു വരുമ്പോൾ നമുക്കതൊന്നും വലിയ സംഭവമായി തോന്നുന്നില്ല. എന്നാൽ അത് ഒരു മിനിറ്റെങ്കിലും തടസ്സപ്പെട്ട മനുഷ്യർ വാവിട്ട് കരയുന്നത് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇത്രയും ആയുസ് കാലത്ത് നമുക്കൊരു പ്രയാസവുമില്ലാതെ ഇതങ്ങനെ കടന്നു പോകുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ആന്തരിക അവയവങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങളിലെ ഒന്നിന്റെ മാത്രം കാര്യമാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം, നമ്മുടെ നിർഭയത്വം, കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ ഒട്ടും ചെറുതല്ല, ഒട്ടും കുറവല്ല. അതിനെ വെച്ചു നോക്കുമ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് തന്നതിന്റെ, അനുഗ്രഹിച്ചരുളി നൽകിയതിന്റെ വിധേനയായി നോക്കിയാൽ നീ എത്ര പ്രവർത്തിച്ചാലും നിന്റെ കർമ്മങ്ങളും പരിശ്രമങ്ങളും ഒക്കെ എത്രയോ തുലവും തുച്ഛവുമായ അളവിൽ മാത്രമുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് വല തംനുൻ തസ്തക്സിർ, മനുഷ്യരെ, വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് വലിപ്പത്തരം നമുക്ക് തോന്നണ്ട. കുറെയൊക്കെ ചെയ്തു, രാത്രി ഞാൻ 10 ദിവസം നിസ്കരിച്ചു, 10 ദിവസം പള്ളിയിലിരുന്നു, 30 ദിവസത്തെ നോമ്പിൽ ഞാൻ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. കാരണം ആ ബോധം, ആ ചിന്ത തന്നെ മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ മലിനമാക്കും. അത് പൈശാചികമാണ് എന്നതിൽ തർക്കമില്ല. അതേസമയം നമുക്കുണ്ടാകേണ്ടത് വളരെ നഷ്ടക്കാരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണോ? ഒരിക്കലുമല്ല. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന പ്രതീക്ഷ വിശ്വാസിക്കുണ്ടാകണം. നമ്മൾ നിർവഹിച്ച കർമ്മങ്ങളെല്ലാം ഒട്ടും ചെറുതല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നന്മയാണെങ്കിലും അത് ചെയ്തവൻ അത് സന്തോഷത്തോടുകൂടെ കാണും. ഒരു മിനിറ്റാണോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കരഞ്ഞു നിസ്കരിച്ചത്, ഒരു മിനിറ്റ്, ഒരു ദിവസമാണോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നോമ്പനുഷ്ഠിച്ചത്, ഒട്ടും ചെറുതല്ല. അതിന്റെ വലിപ്പം ഒട്ടും കുറയാതെ പരലോകത്ത് നമ്മൾ കാണും. ഒരു അണുമണിത്തൂക്കത്തിന്റെ നന്മ പരലോകത്ത് കാണുന്നവന്റെ സന്തോഷം അത് വളരെ വലുതാണെങ്കിൽ, ഒരു മാസം അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ഭക്ഷണപാനീയങ്ങൾ മാറ്റി നിർത്തി നോമ്പനുഷ്ഠിച്ചവന്റെ സ്ഥാനം ഒട്ടും ചെറുതല്ല, ഒട്ടും ചെറുതല്ല. അത് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ വളരെ സന്തോഷം വിശ്വാസികൾക്കുണ്ടാകും. അതിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകണമെന്നല്ല, പക്ഷെ നമ്മൾ എന്തോ കാര്യങ്ങൾ ചെയ്തു എന്നൊരു അമിതമായ ബോധം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്വമുഹ വ ഇൻ ഖല്ല, ധാരാളമൊന്നുമില്ലെങ്കിലും വളരെ കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് റബ്ബിന് ഇഷ്ടം. ഇപ്പൊ റമദാനിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസിക്ക് റമദാനിൽ ഉള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റമദാൻ കഴിഞ്ഞാലും തുടർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. പ്രവാചകൻ അത് പറ്റിയിട്ടില്ല. അത് പ്രവാചകന്റെ സുന്നത്തുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു 11 മാസത്തിലും ഇല്ലാത്ത വിധത്തിലാണ് റമദാനിൽ അദ്ദേഹം പരിശ്രമിച്ചത്. തർക്കല്ല. ഹദീസുകളെല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മുൻഗാമികൾ എല്ലാവരും റമദാനിലാകുമ്പോൾ മറ്റു 11 മാസത്തിൽ നിന്ന് വളരെ വിദൂരമായ മുന്നേറ്റം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ റമദാനിൽ ഉള്ളതുപോലെ തന്നെ അതിനുശേഷം വിശ്വാസികൾ ഉണ്ടാകണമെന്നാണോ? ഒരിക്കലുമല്ല. അത് സാധ്യവുമല്ല. അത് മുൻഗാമികളുടെ മാതൃകയുമല്ല. എന്നാൽ റമദാൻ തുടർത്തണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? റമദാൻ നമ്മൾ നേടിയെടുത്ത ആത്മീയതയുണ്ട്, ഒരു തഖ്വയുണ്ട്, അള്ളാഹുവിനോട് നമ്മൾ അടുത്തു എന്നും തോന്നുന്ന ഒരു മനോഭാവമുണ്ട്. അതിനെ കളഞ്ഞു കളയരുത്, അതിനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഒന്നാമത്തെ മെസ്സേജ്. അതോടൊപ്പം ശഅബാനിൽ നമ്മൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ശവ്വാലിൽ നമ്മളാകാം, അങ്ങനെയും ആകാൻ പാടില്ല. എന്തൊക്കെയൊക്കെ ഒരു നന്മയുടെ ബാക്കി പത്രങ്ങൾ, റമദാനിലെ നന്മയുടെ ബാക്കി പത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് റമദാൻ നമ്മൾ നേടി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് റമദാനിലെ നമ്മുടെ ഖുർആൻ പാരായണം അങ്ങനെ തന്നെ തുടർത്താൻ പറ്റുമോ? ഇല്ല. റമദാനിൽ നമ്മുടെ സ്വതക്കകൾ അങ്ങനെ തന്നെ തുടർത്താൻ പറ്റുമോ? ഇല്ല. റമദാനിലെ ദീർഘമേറിയ രാത്രി നിസ്കാരങ്ങൾ ഇനിയും നമുക്ക് തുടർത്താൻ പറ്റുമോ? ഇല്ല. റമദാൻ അതൊരു പ്രത്യേക വാസാണ്, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. പ്രകൃതിയെ തന്നെ അള്ളാഹു അങ്ങനെ സംവിധാനിച്ച് നമുക്ക് തന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് വ്യത്യസ്തമാണ്. എന്നാൽ ശഅബാനിലുള്ള നമ്മുടെ വേർഷനിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്ത ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ശഅബാനിൽ നമ്മുടെ നിസ്കാരം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകളിൽ റവാത്തിബ് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ശവ്വാലിലുമില്ല.
ഷാബാൻ വരെ നമുക്ക് റമദാനിലല്ലാത്ത ഒരു സമയവും നോമ്പ് നോക്കുന്ന ശീലം നമുക്കില്ല, ശവ്വാലിലുമില്ല. ഷാബാൻ വരെ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നമുക്കൊരു ശ്രദ്ധയുമില്ല, ഈ ശവ്വാലിലുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് മുൻഗാമികളൊക്കെ പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാകുന്നത്. നിങ്ങൾ റമദാനിന് വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ആ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ശവ്വാലിലും തുടർന്ന് അങ്ങോട്ടും അതിനെ തുടർത്തി കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് നന്മകളെ ചെറുതെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുക, അതിനുവേണ്ട പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഷാബാനിൽ നിന്ന് നമ്മുടെ ഈ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മാനസികമായ ത്രാണി നമുക്കില്ലെങ്കിൽ, ക്ഷമ നമുക്കില്ലെങ്കിൽ, റമദാൻ നമ്മളിൽ ഒരു നിലക്കുമുള്ള വ്യത്യാസവും ഒരു നിലക്കുള്ള സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പിന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പോലെ വലാ തകുൻ റമദാനിയൻ കുൻ റബ്ബാനിയൻ, നിങ്ങൾ റമദാനിന്റെ ആളുകളായി മാറണ്ട, റമദാനിനെ നിങ്ങൾ ആരാധിക്കുകയും വേണ്ട, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ അതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ശവ്വാലിൽ എന്തൊക്കെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുവരാൻ ബോധപൂർവം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, റമദാനിൻ്റെ ഒരു പര്യവസാനത്തിൽ നമുക്കുണ്ടാകേണ്ട ചില ചിന്തകളെയാണ് സൂചിപ്പിച്ചത്. ഏറ്റവും വളരെ സങ്കടകരമായ കാര്യം, റമദാനിൽ വളരെ സജീവമായി ഖുർആനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന പലരും ഖുർആൻ അങ്ങനെ തന്നെ പൂട്ടിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും ഉണ്ടാവുക. ഒരിക്കലും നമുക്ക് ആ നിലക്ക് ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാൻ ഒരു മാസം കൊണ്ട് നമ്മളൊരു ഖത്തം തീർത്തു, അതുപോലെ എല്ലാ മാസവും ഒരു ഖത്തം തീർക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല, അതങ്ങനെ സാധിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ നമുക്ക് എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു മാസത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് അത് പകൽ സമയം മുഴുവൻ നോമ്പനുഷ്ഠിച്ച് രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്ത് ജോലിയും ചെയ്ത് ശിഷ്ട സമയത്ത് ഒരു ഖത്ം ഓതി തീർക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് പിന്നെയുള്ള 11 മാസം എടുത്താലും 2 ജുസു പോലും ഓതി തീർക്കാൻ പറ്റാത്ത അതെങ്ങനെയാണ് ഉണ്ടാവുക? അത് പരിപൂർണമായും ഖുർആനിനോടുള്ള അവരുടെ എന്താ പറയാ വേണ്ട എന്ന് വെക്കുന്ന, അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. കഴിഞ്ഞൊരു മാസത്തെ നമ്മുടെ സമയത്തിന്റെ ക്രമീകരണം എടുത്ത് നോക്കിയാൽ 13 മണിക്കൂർ നമ്മൾ നോമ്പന്നെ നോക്കുന്നു. ആ നോമ്പ് നോക്കുന്നതോടൊപ്പം നമ്മൾ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 11 മണിക്കൂറിൽ ഉറക്കവും കഴിച്ചാൽ കിട്ടുന്ന 6-7 മണിക്കൂറിൽ പിന്നെ 1-2 മണിക്കൂർ നമ്മൾ വീണ്ടും നിസ്കരിക്കാണ്, രാത്രി നിസ്കാരം. ഇതിനൊക്കെ ഇടയിൽ നമ്മളൊരു ഖത്മ് പൂർത്തിയാക്കുന്നു. ഇത് കഴിഞ്ഞോ നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് വന്ന് കൂടുതൽ സമയം നമുക്ക് കിട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ 11 മാസം എടുത്താലും ഒരു ജുസു പോലും ഓതി തീർക്കാത്തവർ, അവരെ കുറിച്ചാണ് നാളെ പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹു, എന്റെ സമൂഹം, മറ്റുള്ളവരല്ല, എന്റെ സമൂഹം, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന സമൂഹം, ഷഹാദത്ത് കലിമ ചൊല്ലിയ സമൂഹം, 5 പഞ്ചസ്തംഭങ്ങളിൽ വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സമൂഹം, അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിലാപം, അവർ ഖുർആനിനെ അവഹേളിച്ചിട്ടുണ്ട്. ആ അവഹേളന എന്താണ്? പാരായണം ചെയ്യാത്ത, പഠിക്കാത്ത, ഹിഫ്ള് ചെയ്യാത്ത, കേൾക്കാത്ത, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പരിസരം ജീവിതത്തിൽ ഇല്ലാതെ അവഹേളിക്കുന്നതാണ്. അത് എന്ത് പേരിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് റമദാനിന്റെ തുടർച്ചയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒന്നാമത്തെ കാര്യം, ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ കഴിയാത്ത ഒരു തിരക്കും ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല തന്നെ. നോക്കൂ, ഒരു 24 മണിക്കൂർ നമ്മൾ എടുത്ത് എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. ഈ സമയമില്ല എന്ന് പറയുന്നവർ അവരുടെ മൊബൈൽ ഫോൺ എടുത്താൽ 8 മണിക്കൂർ വരെ അവർ ആ മൊബൈൽ ഫോണിൽ മാത്രം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം അവർക്കില്ല എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളോട് നമ്മൾ കാണിക്കുന്ന എത്രമാത്രം എന്താ പറയാ അഹംഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അത് എത്ര അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് കിട്ടുക. അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, അവരുടെ സമയത്തിൽ ബർക്കത്തുണ്ടാകും, റിസ്കിൽ ബർക്കത്തുണ്ടാകും, അള്ളാഹു അവരുടെ കൂടെയുണ്ടാകും, അവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളെ കുറിച്ചാണ്, ഖുർആനെ കുറിച്ച് അതുമായി ബന്ധം പുലർത്തുന്ന ആളുകളോടാണ് നാളെ പരലോകത്തെത്തിയാൽ പറയുക, ഇഖ്റ വർത്തഖി, നിങ്ങൾ പാരായണം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഹയാത്തിൽ നിങ്ങൾ ഏറ്റവും അവസാനം പാരായണം ചെയ്ത ഭാഗം എവിടാണോ അതുവരെ നിങ്ങളുടെ ദറജ ഉയർത്തപ്പെടുമെന്നാണ്. നമ്മുടെ ഒരു ജീവിതത്തെ പരിശോധിച്ചാൽ അത് എവിടെ നിൽക്കും? അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധത്തെ, അത് പഠിക്കുന്നതോടും അത് പാരായണം ചെയ്യുന്നതും അല്ലെ, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും
ഖുർആനിൻ്റെ വിശദീകരണത്തെ പഠിക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാം, എന്ത് മുസ്ലിം, എന്ത് ജീവിതമാണ് നമുക്ക് ആ നിലക്ക് പറയാനുണ്ടാവുക? അതാണായാലും പെണ്ണായാലും ഏത് ദുനിയാവിൻ്റെ ഏത് കോണിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വേണ്ട പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുന്നവിടേക്ക് പോകാൻ നമുക്കൊരു നിലക്കും സാഹചര്യങ്ങളില്ലെങ്കിലും നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. നമ്മളെല്ലാ വാർത്തകളും അറിയുന്ന, അതിൽ തന്നെ ലോകത്തേറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ആ നിലക്ക് ഖുർആൻ പഠിക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂർ മാറ്റി വെക്കണില്ല, എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധപ്പെടാൻ കുറച്ച് സമയം, നിശ്ചിതമായ സമയം അവൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതൊരു നിലക്കും ന്യായീകരിക്കാവുന്നതല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ കുറിച്ചാണ് ആക്ഷേപത്തിന്റെ സ്വരം പരലോകത്ത് നടത്തുക. അവരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ റമദാനിന്റെ ഒരു ശേഷം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ വക്താക്കളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖിനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ, അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാനെ. ഈ പള്ളിയിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ലഭിച്ചിട്ടുള്ളത് ഒരു സഹോദരന്റെ കുട്ടി, 2 ദിവസം മാത്രം പ്രായമായ കുട്ടി, അല്പം ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ആശുപത്രിയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ പ്രയാസങ്ങളെ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് സമാധാനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം അനുഭവിക്കുന്ന മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കും അള്ളാഹു നീ എളുപ്പത്തിൽ ഷിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കർമ്മകൾ, നിസ്കാരവും നോമ്പും സ്വതക്കകളും തൗബയും ഇസ്തിഗ്ഫാറും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഇനിയും ആഫിയത്തോടുകൂടെ റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖിനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.